കോട്ടയം ജില്ലയിൽ മഴയ്ക്ക് നേരിയ ശമനം. പടിഞ്ഞാറൻ മേഖലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടെങ്കിലും വെള്ളം ഇറങ്ങിത്തുടങ്ങുന്നതിന്റെ ആശ്വാസത്തിലാണ് ജനങ്ങൾ. 154 ദുരിതാശ്വാസ കേന്ദ്രങ്ങൾ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വിവരങ്ങളുമായി മിഥുൻ മുരളി ചേരുകയാണ്. മിഥുനെ, ഒരല്പം ആശ്വാസമല്ലേ? കോട്ടയം ജില്ലയിൽ മഴയൊന്ന് മാറി നിൽക്കുകയാണ്. ഈ മഴ മാറി നിൽക്കുന്നത് എത്രത്തോളം ആശ്വാസമാണ് കോട്ടയം ജില്ലയ്ക്കൊപ്പം? പലയിടത്തും വെള്ളക്കെട്ടുണ്ടെങ്കിലും വെള്ളമൊക്കെ ഇറങ്ങി തുടങ്ങുന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ പ്രകടമായല്ലോ അല്ലേ? അശ്വതി, ആശ്വാസത്തിന്റെ മണിക്കൂറുകളാണ്. രാവിലെ 11 മണിക്ക് ശേഷം മഴ മാറി നിൽക്കുകയാണ്. അനുകൂല കാലാവസ്ഥയാണ്. അതുകൊണ്ട് വരും മണിക്കൂറുകളിൽ വെള്ളം ഇറങ്ങുമെന്നുള്ള പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് ഉള്ളത്. വെള്ളം സാവധാനമാണ് ഇറങ്ങുന്നത്. താഴ്ന്ന പ്രദേശങ്ങൾ, പടിഞ്ഞാറൻ മേഖലയിൽ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ ഒരു വെള്ളം ഇറങ്ങി തുടങ്ങിയോ? വലിയ കുഴപ്പമില്ല, പോകുന്നു. പോകും. അടുത്തത് ഉടനെ തന്നെ വീട്ടിലോട്ട് മാറാം. വീട്ടിൽ തന്നെയാണ് ഞങ്ങളല്ല. പോകാൻ ഇറഞ്ഞാൽ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ഈ പ്രദേശത്താണ് NDRF സംഘം 2 ദിവസം മുൻപ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വെള്ളക്കെട്ട് രൂക്ഷമായ പ്രദേശമായിരുന്നു. വെള്ളപ്പൊക്കം അതിരൂക്ഷമായി നിലനിന്ന പ്രദേശമായിരുന്നു. ഇവിടെ നിന്ന് വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ വരുമ്പോൾ മുട്ടിന് മുകളിലായിരുന്നു വെള്ളമെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. എന്താണ് അവസ്ഥ? വെള്ളം ഇറങ്ങുന്നുണ്ടോ? ഇറക്കമുണ്ട്. 2018 ഏകദേശം അടുത്ത് വന്നായിരുന്നു. ഇപ്പം വെള്ളം ഇറക്കമുണ്ട്, കുഴപ്പമില്ല. ആൾക്കാരൊക്കെ മാറ്റി പാർപ്പിച്ചായിരുന്നു. ഇപ്പം തിരിച്ചു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഇന്ന് വൈകിട്ടുകൊണ്ട് മിക്കവാറും വെള്ളം ഏകദേശമൊക്കെ ഇറങ്ങി കിട്ടും. വൈകിട്ടോട് വീട് വന്ന് വൃത്തിയൊക്കെ ആക്കി അടുത്ത ദിവസങ്ങളിലേക്ക് ആൾക്കാർ അതാ ബുദ്ധിമുട്ട്. കാര്യം വെള്ളം കയറി കഴിഞ്ഞാൽ ഇറക്കാൻ ഏറ്റവും ബുദ്ധിമുട്ട്. 2-3 ദിവസം ക്ലീനിങ് ആൾക്കാരെ വിളിച്ചാലേ ഇറങ്ങാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് ബുദ്ധിമുട്ടാണ് വെള്ളം ഈ പായെല്ലാം കയറി കിടന്നിട്ട്. ഇപ്പോൾ ക്യാമ്പിലാണ്? ഇപ്പം ക്യാമ്പിലാണ്. നോക്കാൻ പോയതാ. ആശ്വാസമുണ്ട്. ഇപ്പോൾ ആശ്വാസമുണ്ട്. അപ്പം ഇന്ന് വൈകുന്നേരത്തോട് മിക്കവാറും ആൾക്കാരെ കൊണ്ടുവന്നിട്ട് വീട്ടിലേക്ക് മാറാനുള്ള ഒരു പരിപാടിയാണ്. പടിഞ്ഞാറൻ മേഖല കോട്ടയം ജില്ലയുടെ വെള്ളപ്പൊക്കം അതിതീവ്രമായി നിലനിന്ന ആർപ്പുക്കരയിലെ കരിപ്പ, ഐമനം, കുമരകം ഭാഗത്ത് തിരുവാർപ്പ്, ഇല്ലിക്കൽ തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുന്നു. അതിതീവ്രമായ വെള്ളപ്പൊക്കം നിലനിന്ന 2 പ്രദേശങ്ങളായിരുന്നു കോട്ടയം ജില്ലയിൽ ഉണ്ടായിരുന്നത്. ആർപ്പുക്കര പഞ്ചായത്തിലെ കരിപ്പയും ഒപ്പം കുമരകം, ഇല്ലിക്കൽ ഭാഗങ്ങളും. ഈ ഭാഗങ്ങളിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നുണ്ട്. സാവധാനമാണ് വെള്ളം ഇറങ്ങുന്നതെങ്കിലും വെള്ളം മാറുന്നുണ്ട് എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. താഴ്ന്ന പ്രദേശമാണ് ഈ ഭാഗങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ കിഴക്കൻ മേഖലയിൽ നിന്ന് പാല, ഈരാറ്റുപേട്ട തുടങ്ങിയ മേഖലകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞ് ഈ പടിഞ്ഞാറൻ മേഖലകളിലേക്ക് എത്തി. ഇവിടെ നിന്നും വേമ്പനാട്ട് കായലിലേക്കാണ് സാധാരണഗതിയിൽ പോകുന്നത്. പക്ഷേ ഇത്തവണ ആ വെള്ളം ഇറങ്ങുന്നതിന് അല്പം താമസമുണ്ടായി എന്നുള്ളതാണ്. ഈ ഇത്തരത്തിൽ വെള്ളക്കെട്ട് മഴ മാറി നിന്ന സാഹചര്യം ഉണ്ടായെങ്കിലും വെള്ളം ഇതുപോലെ നിലനിൽക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. പക്ഷേ ഇപ്പോൾ ഈ മണിക്കൂറുകളിൽ വെള്ളം മാറുന്നുണ്ട്, മഴ മാറി നിൽക്കുന്നു, കാലാവസ്ഥ അനുകൂലമായി മാറുന്നു. ഇങ്ങനെയാണെങ്കിൽ കിഴക്കൻ മേഖലയിൽ മഴയും വെള്ളപ്പൊക്കവും ഇനി ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ ഇവിടെ നിന്ന് പൂർണ്ണമായും വെള്ളം മാറി പോകും, വെള്ളക്കെട്ട് മാറും, അല്ലെങ്കിൽ വെള്ളപ്പൊക്കം വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഒഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ആളുകൾക്കൊക്കെ ഉള്ളത്. എങ്ങനെയാണ്, വെള്ളം ഒഴിയുന്നുണ്ടോ? കുടിവെള്ളം കൊണ്ടുതരാൻ പറയുമോ? കുടിവെള്ളം നന്നായി, കുടിവെള്ളം വേറെ ഒന്നും വേണ്ട. ഇല്ല, എവിടുന്ന് കുടിക്കാൻ എല്ലാ കിണറും നിറഞ്ഞു കിടക്കുക. എങ്ങനെയുണ്ട് ഇപ്പോൾ വെള്ളം? വെള്ളം കുറവുണ്ട്, എന്നാലും വെള്ളം കുടിക്കാൻ വെള്ളമില്ല ആർക്കും. വീടുകളിലോട്ട് പോലും ഇല്ല. ഞങ്ങൾ ഇവിടുന്ന് കോരിക്കൊണ്ട് പോവുക. അങ്ങനെ ഈ വെള്ളത്തിൽ ഭയങ്കര ഒഴുക്കാം അങ്ങോട്ട് അകത്തോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ. ഈ വെള്ളം ഒഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ദുരിതത്തെ പറ്റിയാണ് നാട്ടുകാർ പറയുന്നത്, ആശങ്ക പറയുന്നത്. കിണറുകളെല്ലാം കവിഞ്ഞ് കിടക്കുകയായിരുന്നു. അപ്പോൾ നല്ല ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രയാസമുണ്ട്. ഇപ്പോൾ വീടുകളിലേക്ക് തിരികെ എത്തിയാലും ക്ലീനിങ്ങിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്, കുടിവെള്ളത്തിന് വേണ്ടിയുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ആൾക്കാർ നേരിടുന്നുണ്ട്. ഈ ഒരു 5 ദിവസമെങ്കിലും എടുക്കും ഈ പ്രദേശങ്ങളൊക്കെ സാധാരണഗതിയിലേക്ക് മാറുവാൻ, സാധാരണ പൂർവ്വസ്ഥിതിയിലേക്കാകുവാൻ. വെള്ളം ഒഴിഞ്ഞ് വൃത്തിയാക്കി സാധാരണ ജീവിതത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രദേശത്തൊക്കെ ഒരു 5 ദിവസമെങ്കിലും എടുക്കുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഇനിയുള്ള ജീവിതം എങ്ങനെയെന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. ഒരുപാട് ഉപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്, ഗൃഹോപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്, കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്, വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. എന്താണ്? വീട് കഴുകാൻ വേണ്ടി പോയായിരുന്നു. അവിടെ 3-4 വീടെല്ലാം കഴുകിയിട്ട് വരുക. അവിടെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ കുറച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുക. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതനുസരിച്ച് വീട് കഴുകി ഇഞ്ഞ് പോരുക. വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ദുരിതാശ്വാസ കേന്ദ്രത്തിൽ നിന്നും ആ ഭാഗത്തേക്ക് പോയ ആളുകളാണ്. അവിടെയുള്ള വീടുകളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി തുടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എത്രയും വേഗം അവിടെ എത്തി വീടുകളിലെത്തി വീട് ക്ലീൻ ചെയ്യുക, എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് തിരികെ താമസമാക്കുന്നതിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുക, ഈ ഒരു കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആളുകൾ മുന്നോട്ട് പോവുകയാണ്. എന്തായാലും വെള്ളം ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം തന്നെയാണ്. അശ്വതി, ഇന്നലെ നമ്മൾ ഈ ഭാഗത്ത് വന്നപ്പോൾ മുട്ടിന് മുകളിൽ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളം താഴ്ന്നു. അതിൻ്റെ ഒരു ആശ്വാസം തന്നെയാണ്. വീടുകളിലേക്കൊക്കെ പോയി കൃത്യമായി അടുത്ത ദിവസങ്ങളിൽ തിരികെ എത്തുന്നതിനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടുത്തെ നാട്ടുകാർ. തീർച്ചയായും മിഥുൻ, അത് തന്നെയാണ് ആശ്വാസജനകമായ ആശങ്കയിൽ നിന്നും ആശ്വാസജനകമായ വിവരങ്ങളാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നും മിഥുൻ മുരളി പങ്കുവെക്കുന്നത്. മഴയ്ക്ക് കോട്ടയം ജില്ലയിൽ ശമനമുണ്ടായിരിക്കുന്നു. ഒപ്പം വെള്ളക്കെട്ടൊക്കെ ഇറങ്ങി തുടങ്ങിയിരിക്കുകയാണ്. അല്പം താമസിച്ചെങ്കിലും ജനജീവിതം പൂർവ്വസ്ഥിതിയിലേക്ക് എത്താൻ കുറച്ച് ദിവസങ്ങൾ കൂടി വേണ്ടി വരുമെന്നാണ് കണക്കുകൂട്ടൽ. കാരണം ശുദ്ധജല ലഭ്യത, അതിൽ വലിയൊരു ആശങ്കയുണ്ട്. ഒപ്പം ഈ മഴ കഴിഞ്ഞതിന് ശേഷമുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അത് കൃത്യമായി ഏകോപിപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും വെള്ളം ഇറങ്ങി തുടങ്ങി, മഴ കുറഞ്ഞു നിൽക്കുന്നു. ഇത് രണ്ടും ആശ്വാസജനകമായ വിവരങ്ങൾ തന്നെയാണ്.